രാവിലെ സ്കൂളിലെത്തിയ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനി ഛർദ്ദിക്കുന്നത് കണ്ടാണ് ലിൻസി ടീച്ചർ അടുത്തെത്തിയത്. കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അവശനിലയിലായ ആ കൊച്ചു പെൺകുട്ടി വെള്ളം മാത്രമാണ് ഛർദ്ദിക്കുന്നത്. രാവിലെ നീയൊന്നും കഴിച്ചില്ലേ മോളെ എന്ന ചോദ്യം ആ കുഞ്ഞനുഭവിക്കുന്ന കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് മിഴി തുറന്നത്. കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലായി ഈ കുട്ടി മാത്രമല്ല, ഇത്തരത്തിൽ രാവിലെ ഭക്ഷണം കഴിക്കാതെ എത്തുന്ന നിരവധി കുട്ടികൾ വേറെയുമുണ്ടെന്ന്. ആദിവാസികളടക്കം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. കാലങ്ങളായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന ലിൻസി ടീച്ചർ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ LP തലത്തിൽ മാത്രമല്ല +2 തലം വരെ ഒരന്വേഷണം നടത്തിയപ്പോൾ 100-ലേറെ കുട്ടികൾ പ്രഭാതഭക്ഷണം കൃത്യമായി കഴിക്കാൻ പറ്റാത്തവരുണ്ടെന്ന് കണ്ടെത്തി. ഏകദേശം ഒരു 150ഓളം കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് അത്രയും കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന രീതിയിൽ 96 ബാച്ചിലെ സ്നേഹവലയം ബാച്ചിന്റെയും PTA സഹകരണത്തോടെയും പിന്നെ സുമൻസുകളുടെ സഹായത്തോടെയാണ് ഭക്ഷണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 9:30 ഫുഡ് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. രാവിലെ വിശന്ന വയറുമായി ക്ലാസ്സിലെത്തുന്ന കുട്ടികളെ ഹാജരെടുത്ത് പാഠപുസ്തകം തുറക്കാനല്ല, അവർക്ക് മുന്നിൽ വിശപ്പകറ്റാൻ ഭക്ഷണമാണ് ഒരുക്കേണ്ടതെന്ന തിരിച്ചറിവുണ്ടായിരുന്നു ലിൻസി എന്ന കണക്കധ്യാപികയ്ക്ക്. അതിനായി ആദ്യം ഹെഡ് മാസ്റ്റർ ശിവകുമാർ എന്ന മലയാളം അധ്യാപകനോട് വിഷയത്തിന്റെ ഗൗരവം അറിയിച്ചു. കേട്ടപാടെ എല്ലാ പിന്തുണയും നൽകി ഒപ്പം നിന്നു. ഇതിനൊപ്പം PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളിയും ചേർന്നതോടെ 100-ലേറെ കുട്ടികൾക്ക് രാവിലെ പ്രാതൽ ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറായി. ഡീൻ കുര്യാക്കോസ് MP ആണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. കുട്ടികളുടെ ആവശ്യം കണക്കിലെടുത്ത് ഭക്ഷണം ഒരുക്കുന്നതിന് പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഇതിനുള്ള ഫണ്ട് കണ്ടെത്തൽ എളുപ്പമായിരുന്നില്ല. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്നേഹവലയം എല്ലാ പിന്തുണയുമായി എത്തി. പലരിൽ നിന്നും സാധനങ്ങളും പണവുമായി പലതും എത്തി. മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഭാതഭക്ഷണ പദ്ധതി വെള്ളിയാഴ്ച തുടക്കമാകും. അപ്പം, ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ് തുടങ്ങിയവയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 9:30-നും 10-നുമുള്ളിൽ ഭക്ഷണം നൽകി പഠനം ആരംഭിക്കും. ഒരു ദിവസം 2000 രൂപയാണ് ചിലവ് വരുന്നതായി പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ആരംഭിക്കുന്ന ഒരു പദ്ധതി സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പരിശ്രമം കൂടി നടത്തണം സർക്കാരിൻ്റെ വെച്ച ഭക്ഷണ ഫണ്ടിന് പുറമെ. അപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉച്ചക്കഞ്ഞിയുടെ ചുമതലയുള്ള വിജി ടീച്ചർ, അതുപോലെ തന്നെ ലിൻസി ടീച്ചർ, അതുപോലെ ഇവിടുത്തെ PTA-യിലെയും ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകരുടെയും കൂടെ സഹവർത്തിത്വത്തിൽ അവർ പുറത്തു പോയി സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ സംഭാവനകളിലൂടെ പ്രഭാതഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്യാറ്. അടിയന്തര ആവശ്യം കണക്കിലെടുത്ത ഭക്ഷണ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചെങ്കിലും ഇത്തരത്തിൽ എത്ര കാലം മുന്നോട്ടു പോകുമെന്ന സംഘാടകർക്കും അറിയില്ല. എങ്കിലും സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ പ്രാതൽ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ്. ക്ലാസ് ടീച്ചർമാർ നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് അർഹതപ്പെട്ട കുട്ടികളെ കണ്ടെത്തിയത്. നിലവിൽ ഉച്ചഭക്ഷണത്തിന്റെ ചുമതല ലിൻസി ടീച്ചർക്ക് തന്നെയാണ്. സ്കൂളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠനം നടത്തുന്ന 287 പേർക്കാണ് ഗവൺമെന്റ് ലിസ്റ്റ് പ്രകാരം ഉച്ചഭക്ഷണം നൽകേണ്ടത്. എന്നാൽ ഹയർ സെക്കൻഡറി വരെയുള്ള 350-ൽ പരം കുട്ടികൾക്ക് ഇവിടെ ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പ്രഭാതഭക്ഷണ പദ്ധതി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളടക്കം 100-ലധികം പേർക്ക് പ്രയോജനപ്പെടുമെന്ന് അധ്യാപിക ലിൻസി ജോർജ് പറയുന്നു. മുരിക്കാട്ടുകുടി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിലുള്ള കുട്ടികളാണ് ഇന്നിവിടെ സ്നേഹാശ്രമം സന്ദർശിക്കാൻ വന്നത്. ഇവിടെ വന്ന ഇവിടുത്തെ അമ്മമാരെ കണ്ട് ഇവരോട് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു.
ഇവരോടുകൂടി സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, ഞങ്ങൾ ഡ്രസ്സുകളായിട്ട് കളക്ട് ചെയ്ത ഡ്രസ്സുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അടുക്കി തരം തിരിച്ച് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. ഇന്നേ ദിവസം ഇങ്ങനെയൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്.